ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ സന്തോഷ് ടി വർഗീസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സന്തോഷ് ടി വർഗീസ്. ഇപ്പോൾ സ്വർണ്ണവില 1 ലക്ഷം കടന്ന് കുതിച്ചിരിക്കുന്നു. ഇവിടെ ആര് ചതിച്ചു എന്ന് പറയണം? സ്വർണം ചതിച്ചോ അല്ലെങ്കിൽ അമേരിക്ക ചതിച്ചോ? ആരാണ് ഈ ഒരു സ്വർണ്ണവില നിശ്ചയിക്കുന്നത്? അല്ല, പ്രധാനമായും നമുക്ക് അങ്ങനെ അമേരിക്ക ചതിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ ലോക സാമ്പത്തിക രംഗത്തുണ്ടായ പ്രതിസന്ധികൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാൽ അമേരിക്കയുടെ പങ്ക് നമുക്ക് കുറച്ച് കാണാനും കഴിയില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഇപ്പോൾ ഇന്നത്തെ വാർത്ത പോലും പറയുന്നത് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളോ മഡോറോ അദ്ദേഹം പുറത്തു പോകണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട്. നാം ഇന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എണ്ണ വിലകളൊക്കെ ഉയരുന്നു എന്ന രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കയുടെ അത്തരം ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. എന്നാൽ അത് മാത്രമല്ല പ്രശ്നം. ആഗോള സാമ്പത്തിക രംഗത്തും ഈ ഭൗമ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തും ഉള്ള പ്രശ്നങ്ങളുടെ പ്രതിഫലനം എന്ന നിലയിലാണ് ഈ സ്വർണ്ണവിലയുടെ ഈ ഉയർന്ന നിലയിലേക്ക് സ്വർണ്ണവില ഒരു കുതിച്ചുകയറ്റം എന്ന രീതിയിൽ വന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതൊക്കെ തന്നെയാണോ ഈ സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം? തീർച്ചയായും അത് തന്നെയാണ് ഇങ്ങനെ ഉയർന്ന നിലയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചേരുന്നതിന്റെ കാരണം. ഇപ്പോഴും സുരക്ഷിതമായിട്ടുള്ളൊരു നിക്ഷേപ മാർഗം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നമുക്ക് വേറൊരു അസറ്റും നമുക്ക് കാണിക്കാനായിട്ടില്ല, ഒരു ആസ്തിയും എടുത്ത് കാണിക്കാനായിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ സ്വർണം മാത്രമേ ഉള്ളൂ ആ രീതിയിൽ ഒരു സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിൽ നമുക്ക് കാണിക്കാനായിട്ടുള്ളൂ. അതുതന്നെയാണ് ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ അത് ഈ ലോക സാമ്പത്തിക രംഗത്ത് ഇതൊരു പ്രശ്നമായി യഥാർത്ഥത്തിൽ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ അസറ്റ് ക്ലാസുകൾ, ആസ്തികളുടെ ഒരു കൂട്ടം എങ്ങനെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ലോകം ആലോചിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $5000 വരെ തൊട്ടേക്കാം എന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു വിലയിരുത്തല് പൊതുവെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്കത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് അങ്ങനെ നമുക്ക് മുൻകൂട്ടി അത് തെറ്റാണ്, ഒരു വിലയിരുത്തൽ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ സാമ്പത്തിക രംഗത്ത്, ആഗോള സാമ്പത്തിക രംഗത്ത്, അതുപോലെ തന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മാറാൻ പോകുന്നത്, അത് സമവായത്തിലേക്കും സമാധാനപരമായ സാഹചര്യത്തിലേക്കും എത്തുമോ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. ഈ പ്രതിസന്ധി ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും സ്വർണത്തിന്റെ വില ആ രീതിയിലൊക്കെ 4500 4,500 5000 അടുത്ത് എത്തുന്ന സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രവചനങ്ങൾക്ക് അതീതമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ നാം കാണുന്നത്. സാധാരണഗതിയിൽ അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നവർ മനസ്സിലാക്കുന്നത് അവിടെ എപ്പോഴും ഒരു റൂൾ ഓഫ് ലോ പുറമേക്കെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില കൺവെൻഷനുകളെല്ലാം തന്നെ ജനാധിപത്യപരമായ വഴക്കങ്ങളും കൺവെൻഷൻസും ഒക്കെ തന്നെ അമേരിക്ക പോലുള്ള ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പാലിക്കുന്നതാണ് നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള US ഫെഡറൽ റിസർവിന്റെ പ്രസിഡന്റ് അദ്ദേഹം മാറണമെന്ന് ഓപ്പണായിട്ട് നിലപാടെടുക്കുകയല്ലേ. അപ്പോൾ അതൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുള്ള ഒരു കാര്യമല്ല. സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഈ പോളിസി ഇൻഡിപെൻഡൻസ്, സെൻട്രൽ ബാങ്ക് പോളിസി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര ബാങ്കുകളുടെ പ്രവർത്തനം സ്വതന്ത്രമായി നടക്കട്ടെ. ആ നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ എങ്കിൽ കൂടി കഴിഞ്ഞൊരു 10-30 വർഷക്കാലം, 40 വർഷത്തോളമായി കേന്ദ്ര ബാങ്കുകളുടെ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായി അവരെ പ്രവർത്തിക്കാൻ വിടണം എന്നുള്ളത് ഈ മുഖ്യധാര സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രമാണമാണ്. അതിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സമീപനമാണല്ലോ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നത് ഈ ട്രംപിന്റെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില പ്രവർത്തന രീതികളാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ എങ്ങനെയായിരിക്കും അമേരിക്കൻ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ അമേരിക്കയുടെ സ്വാധീനത്തിന്റെയും ഇടപെടലിന്റെയും ഫലമായി ലോക സാമ്പത്തിക രംഗത്തും കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ പ്രവചനാതീതമായിട്ട് തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ പ്രവചനാതീതമായി കാര്യങ്ങൾ നിന്നാൽ വിലകൾ ഇനിയും വർദ്ധിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല.
ഇതിപ്പോൾ ഒരു 2 വർഷം നമുക്ക് എടുക്കാമായി. ഒരു 2 വർഷം കൊണ്ട് തന്നെ വിലയിൽ ഇരട്ടിയിലേറെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 79-ലാണ് 1979-ലാണ് മുമ്പ് ഇതുപോലൊരു വില വർധനവ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. അത് അന്ന് ഇറാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ ക്രൂഡ് ഓയിൽ വില ഉയർന്നതൊക്കെ ആയിരുന്നു അന്നത്തെ വില ഉയരാൻ കാരണമെങ്കിൽ ഇപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാരണം എടുത്തു പറയേണ്ട ഒന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. ഈ വില കൂടുന്ന ഒരു സാഹചര്യത്തിലും നിക്ഷേപകരും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളൊക്കെ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ, അത് ശരിയാണ്. കേന്ദ്ര ബാങ്കുകളൊക്കെ സ്വർണം വാങ്ങുന്നുണ്ട്. പക്ഷേ കാരണങ്ങളുണ്ട്, വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഈ വർഷമാണ് ഈ 69% വളർച്ച വന്നത്. അത് ഏപ്രിൽ 1 മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച ഈ തീരുവ യുദ്ധം, വിദേശ വ്യാപാര രംഗത്തെ തീരുവ യുദ്ധത്തോടു കൂടിയാണ് ഇത് ഈ രീതിയിൽ വഷളാകുന്നത്. അപ്പൊ അതിന് കാരണമില്ല എന്ന് പറയാൻ കഴിയില്ല, വളരെ കൃത്യമായ കാരണമുണ്ട്. അതോടുകൂടിയാണ് ഈ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി രൂപം കൊണ്ടത്. മാത്രമല്ല, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സ്വർണത്തിന്റെ വില കൂടിയതിന്റെ കാരണം അമേരിക്ക പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചു. അപ്പൊ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ സാമ്പത്തിക രംഗത്ത് കാര്യമായിട്ട് തന്നെ സംഭവിക്കും. അപ്പൊ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? അമേരിക്കയുടെ ബോണ്ടുകളിൽ, അമേരിക്കൻ സർക്കാർ പുറത്തിറക്കുന്ന ബോണ്ടുകൾ വില കൂടും. അപ്പോൾ സ്വാഭാവികമായും ബോണ്ടുകൾ ആൾക്കാർ വാങ്ങാതെയാകും. ബോണ്ട് ഒരു സുരക്ഷിത നിക്ഷേപമാണ്. US ഗവൺമെന്റിന്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റിയാണ്. അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗമാണ്. പക്ഷെ അതിന്റെ വില കൂടി കഴിഞ്ഞാൽ പിന്നെ അതാരും വാങ്ങില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ സ്വർണത്തിലേക്ക് അത് വഴിമാറും. മാത്രമല്ല, അമേരിക്കയുടെ പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ വിലയും കുറയും. കാരണം പലിശ നിരക്ക് കുറഞ്ഞൊരു രാജ്യത്തേക്ക് മൂലധനമോ നിക്ഷേപമോ ഒന്നും എത്തില്ല. അപ്പൊ സ്വാഭാവികമായും അമേരിക്കൻ ഡോളറിനോട് ഉള്ള താല്പര്യം കുറയും. അമേരിക്കയിൽ നിന്ന് മൂലധനം പുറത്തേക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഡോളറിന്റെ വില കുറയും. സ്വാഭാവികമായും അമേരിക്കൻ ഡോളറിന്റെ വില കുറയുമ്പോൾ പിന്നെ ഏതാണ് അതിനേക്കാളും മികച്ച നിക്ഷേപ മാർഗം എന്ന് അവർ ആലോചിക്കും. അപ്പൊ ഈ രീതിയിൽ വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വില വർധനവ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ചുരുക്കി അമേരിക്കയിലും ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് നമ്മൾ പറയുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള ആലോചനയിലാണ് ഈ തീരുവ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഭ്രാന്തൻ നിലപാടുകളല്ലത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എത്തിപ്പെട്ടിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ കഴിയും? അപ്പൊ ചൈനയിൽ നിന്നടക്കമുള്ള വലിയ രീതിയിലുള്ള ഇറക്കുമതി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ വ്യാവസായിക രംഗത്ത് വലിയ പ്രതിസന്ധിയായി മാറിയെന്നാണ് അവർ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് അമേരിക്കയിൽ തൊഴിലില്ലായ്മ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചത്. കാരണം വലിയ രീതിയിൽ ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്ന് വരുന്നത് കൂടി പിന്നെ അമേരിക്കയുടെ ഉൽപാദന രംഗത്തിന് അഭിവൃദ്ധി ഉണ്ടാവില്ലല്ലോ. സ്വാഭാവികമായി അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് കൂടും, വ്യാവസായ രംഗത്ത് തളർച്ച ഉണ്ടാകും. ഇതെല്ലാം തന്നെ വലിയ അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അപ്പൊ അതിന് ഒരു കുറുക്കുവഴി എന്ന നിലയിലാണ് ഒരു കാര്യം ചെയ്യാം. ചൈനയിൽ നിന്ന് വരുന്ന വലിയ ഇറക്കുമതിയാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇറക്കുമതിയെ നമുക്ക് തടയാം. നമുക്ക് വലിയ രീതിയിൽ ചുങ്കം ചുമത്തിക്കൊണ്ട് ചൈനയുടെ ഇറക്കുമതി തടഞ്ഞ് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ആൾക്കാർക്ക് ജോലി നൽകുന്ന രീതിയിൽ സമ്പദ് വ്യവസ്ഥയെ അഭിവൃദ്ധി കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് അത്ര ലളിതമായിട്ടല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സന്തോഷ് ടി വർഗീസ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.